ഇന്ത്യയുടെ ശ്രീലങ്കൻ പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും T20 ഇന്ന് നടക്കാൻ പോകുമ്പോൾ ആ മാച്ചിന്റെ കംപ്ലീറ്റ് പ്രിവ്യൂ ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതുപോലുള്ള കായിക ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് വൈകിട്ട് 7 മണി മുതൽ പല്ലേക്കലെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാകും മൂന്നാം T20 നടക്കുക. ഇവിടെ നടന്ന കഴിഞ്ഞ 2 T20യും ജയിച്ച് ഇന്ത്യ ഓൾറെഡി പരമ്പര നേടിക്കഴിഞ്ഞു. ആശ്വാസ വിജയം തേടി ശ്രീലങ്ക ഇറങ്ങുമ്പോൾ സമ്പൂർണ്ണ വിജയമാണ് ടീം ഇന്ത്യയുടെ ലക്ഷ്യം. ആദ്യം പിച്ച് റിപ്പോർട്ടിലോട്ട് വന്നാൽ ഒരു ഫ്രഷ് വിക്കറ്റിലൂടെ ആകും ഈ മത്സരം നടക്കുക. എന്നാലും കഴിഞ്ഞ മത്സരങ്ങളിൽ കണ്ട പോലെ തന്നെ സ്പിന്നിന് കൂടുതൽ സപ്പോർട്ട് കിട്ടുമെങ്കിലും ഹൈ സ്കോറിംഗ് ഗെയിം തന്നെ പ്രതീക്ഷിക്കാം. മഴയ്ക്ക് സാധ്യത പറഞ്ഞിട്ടുണ്ട്. ഇനി ടീമുകളിലോട്ട് വന്നാൽ കഴിഞ്ഞ 2 കളിയും ശ്രീലങ്കയുടെ ടോപ്പ് ഓർഡർ നല്ല പ്രകടനം നടത്തിയപ്പോൾ മിഡിൽ ഓർഡർ ചീട്ടുകൊട്ടാരം പോലെ തകരുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഷനകയ്ക്കു പകരം ചാണ്ടിമല്ലോ അവിഷ്ക ഫെർണാണ്ടയോ കളിപ്പിക്കാൻ സാധ്യതയുണ്ട്. ആദ്യ കളി ഡയമണ്ട് ഡക്കും രണ്ടാമത്തെ കളിയിൽ ഗോൾഡൻ ഡക്കുമായിരുന്നു ഷനക. മധുശനകയ്ക്കു പകരം കഴിഞ്ഞ കളി കളിച്ച റൊമേഷ് മെൻഡിസ് സ്ഥാനം നിലനിർത്താം. ശ്രീലങ്കയുടെ ഒരു പ്രോബബിൾ പ്ലേയിങ് 11: പതും നിസംഗ, കുശാൽ മെൻഡിസ് ഓപ്പണിംഗ്, കുശാൽ പെരേര, കമിൻഡു മെൻഡിസ്, അസലങ്ക, ചാണ്ടിമൽ അല്ലെങ്കിൽ അവിഷ്ക ഫെർണാണ്ടോ, ഹസരംഗ, റൊമേഷ് മെൻഡിസ്, തീക്ഷ്ണ, പതിരാന, അഷിത ഫെർണാണ്ടോ എന്നൊരു പ്ലേയിങ് 11 ആണ് സാധ്യത. ആദ്യ 2 കളി ജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ബെഞ്ചിലിരിക്കുന്ന കളിക്കാർക്ക് അവസരം കിട്ടിയേക്കാം. അർഷദീപിന് പകരം ഖലീൽ അഹമ്മദും അക്സർ പട്ടേലിനു പകരം വാഷിംഗ്ടൺ സുന്ദറും ടീമിലോട്ട് ചിലപ്പോൾ വന്നേക്കാം. ഗില്ലിന്റെ പരിക്കിനെ പറ്റി കൂടുതൽ റിപ്പോർട്ടൊന്നും പുറത്തു വന്നിട്ടില്ല എങ്കിലും ഏകദിനത്തിലും ഉള്ളതിനാൽ ചിലപ്പോൾ സഞ്ജുവിന് അവസരം കിട്ടാം. ഇന്ത്യയുടെ ഒരു പ്രോബബിൾ പ്ലേയിങ് 11: ജയ്സ്വാൾ, സഞ്ജു ഓപ്പണിംഗ്, സൂര്യ, പന്ത്, പരാഗ്, ഹർദിക്, റിങ്കു, അക്സർ അല്ലെങ്കിൽ സുന്ദർ, ബിഷ്ണോയ്, സിറാജ്, അർഷദീപ് ഓർ ഖലീൽ അഹമ്മദ്. ഈ മത്സരത്തിൽ മികച്ച ഫോമിലുള്ള ജയ്സ്വാളിന്റെയും സൂര്യയുടെയും ബാറ്റിംഗും ബിഷ്ണോയുടെ ബോളിംഗും ഇന്ത്യയിൽ നിന്ന് ശ്രദ്ധിക്കണം. ശ്രീലങ്കൻ ഓപ്പണേഴ്സിന്റെ ബാറ്റിംഗും പതിരാനയുടെ ഡെത്ത് ഓവേഴ്സും ശ്രീലങ്കയിൽ നിന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിലവിലെ ഫോം വെച്ച് മൂന്നാം T20യും ഇന്ത്യ ജയിച്ചു കയറും. എങ്കിലും അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിവുള്ള ഒരു പിടി താരങ്ങൾ ഇന്നും ലങ്കൻ കുപ്പായത്തിലുണ്ട്. ലങ്കയുടെ മിഡിൽ ഓർഡർ കൂടെ ഫോമിലോട്ട് വന്നാൽ മികച്ച ഒരു മത്സരം നമുക്ക് പ്രതീക്ഷിക്കാം.